എൻ്റെ പേര് ശിവരാമൻ എന്നാണ്. ഞാൻ പട്ടാമ്പി താലൂക്ക്, അതായത് പാലക്കാട് ജില്ല പട്ടാമ്പി താലൂക്കിലെ തൃത്താല ബ്ലോക്ക് കൂറ്റനാട് നാഗലശ്ശേരിയാണ് എൻ്റെ വീട്. പട്ടാമ്പി താലൂക്കിൽ 40 വർഷമായിട്ട് റെഗുലറായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സ്വയം വീട്ടിലിരുന്ന് ആണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഹെൽപ്പറായിട്ട് നമ്മുടെ മക്കളും മരുമക്കളും ഭാര്യയും ഇവരെല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്. അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു 30-35 വയസ്സിലൊക്കെ നമ്മൾ അതിനെ ചെയ്യാമെന്നുണ്ടെങ്കിലും, പക്ഷേ ഈ ഫീൽഡിലേക്ക് കൂടുതൽ കയറി വന്ന ഒരു 10-40 വർഷത്തിൻ്റെ ഉള്ളിലാണ് അവാർഡ് കിട്ടിയത്. അതേ വർഷം തന്നെ നമുക്കൊരു വേദവ്യാസ പുരസ്കാരം അതുണ്ടായിരുന്നു. ഇപ്പോൾ 2021 ഞാൻ ഫോക്ലോർ അക്കാദമിക്ക് ഒരു അവാർഡിന് വേണ്ടി പരിശ്രമിച്ചായിരുന്നു. പക്ഷേ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഫോക്ലോർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്രാവശ്യം 2-3 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഈ ഇതിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. ഫോക്ലോർ എന്താ നമ്മളെ തഴയണമെന്ന് അറിയില്ല. ഫാമിലി, വൈഫുണ്ട്, 3 പേര് ആൺമക്കളാണ്. 2 ആ ക്രാഫ്റ്റിൽ താല്പര്യമുള്ളവരാണ്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചിരട്ട ഉൽപ്പന്നം ചിരട്ടക്കയിൽ നിന്നാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്. ചിരട്ടക്കയിൽ, അതായത് ചിരട്ടക്കയിൽ എന്ന് പറഞ്ഞാൽ ഇത് അപൂർവം ചിലരെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ കഴിയുന്നത്. ചിരട്ടക്കയിൽ നിന്നാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് കൂടുതലും നമ്മളെ ആകർഷിച്ചത്. നമ്മളൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ പാരമ്പര്യ ഒരു കുടുംബ തൊഴിലായിരുന്നു നമ്മളെ മുള ഉൽപ്പന്നം വെച്ചായിരുന്നു. അച്ഛനമ്മമാർ മുത്തച്ഛന്മാരൊക്കെ പൂർവിക ഒരു ഇതായിരുന്നു, ജോലികളായിരുന്നു. മുളയിൽ വെച്ചിട്ടുള്ള കൊട്ട, വട്ടി, മുറം, പരമ്പ്, അത്തരം പരിപാടികൾ. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടുപിടിച്ച് അപ്പോൾ അതിലെന്തെങ്കിലും വിചാരിച്ചാൽ നമുക്കൊരു 6 മാസം ട്രെയിനിങ് ഉണ്ടായി. ഈ ട്രെയിനിങ്ങിൽ നമ്മൾ പങ്കെടുത്തു. അപ്പോൾ അതിൽ ചിരട്ട, മുള ഉൽപ്പന്നങ്ങൾ നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫുൾ ചിരട്ടയാണ്. ഷേപ്പ് നമ്മൾ ഇതൊക്കെ പീസാക്കി എടുത്ത് അത് ജോയിൻ്റ് കൊടുത്ത് എന്നിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇത് ഈ തണ്ട് വരുന്ന ഓരോ സിംഗിൾ പീസാണ്. ഓരോ സിംഗിൾ പീസ് വെച്ച് അങ്ങനെ ബലത്തിന് വേണ്ടി നമ്മൾ ഹോൾ ചെയ്തിട്ട് കമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളകി പോരുള്ളൂ. അതാണ് ഇതിൻ്റെയൊക്കെ പരിപാടി. ഇത് ഫുൾ ചിരട്ടയാണ്. ഇതിന് ചിരട്ടയും പശയും അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനൊരു ഗണപതി ചെയ്തായിരുന്നു. അത് സെയിലായിട്ട് ലണ്ടനിൽ പോയി. അത് നമുക്ക് വേണ്ടപ്പെട്ടൊരു കക്ഷിയായിരുന്നു. അപ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ പല ഇത് ദിവസങ്ങളോളം ആഴ്ചകളോളം വരുന്നുണ്ട്. ഇതിനൊക്കെ വർക്ക് വരും. മയില് ഇത് ഫുള്ളായിട്ട് ചിരട്ടയാണ്. ഇതിലും പറഞ്ഞവർ വേറെ ഒന്നുമില്ല. ഇത് ഓരോ പീസുകളാണ് ഉണ്ടാവുക. ഓരോ പീസുകൾ ജോയിൻ്റ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഒന്നും നടക്കില്ല. ദിവസങ്ങളോളം നമ്മൾ ഏറ്റവും വലുത് ഇതിൽ ക്ഷമയാണ്. ക്ഷമ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഏതാ ഇത് പയ്യപ്പൻ്റെ ഇതാക്കുകയാണെങ്കിൽ 2000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 2000 രൂപ ഒരു 3 ആഴ്ച 4 ആഴ്ചയൊക്കെ വർക്ക് വരുമ്പോൾ 2000 രൂപ നമുക്ക് അതിലൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിന് വർക്കിൻ്റെ ഇത് വെച്ചല്ല നമ്മുടെ റേറ്റ് പറയുന്നത്. ഇതിപ്പോൾ 500 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും കൂടുതലാണെന്ന് പറയും. പക്ഷേ ഇത് എത്ര ദിവസം എടുക്കുന്നുണ്ടെന്ന് പറയും. ഈ ചിരട്ട ഒരു വിളക്കായി തീരണമെന്നുണ്ടെങ്കിൽ 4-5 ദിവസം ഇതിന് വേണ്ടി വർക്ക് ചെയ്യണം. ഇതൊരു തേങ്ങയാണ്, ഇത് ജോയിൻ്റ് അല്ല. അപ്പോൾ അത്തരം സാധനങ്ങൾ നമ്മൾ എവിടെ കണ്ട് കയ്യിൽ കിട്ടിയാലും നമ്മളത് എടുത്തു പോയി. പിന്നെ വര ഇപ്പോൾ ഈ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മോള് വരയ്ക്കുന്നുണ്ട്. ബാബുവിലാണത്. ആനമട